നമ്മുടെ സംസ്ഥാനത്ത് വിഷു പ്രമാണിച്ചിട്ടുള്ള പെൻഷൻ വിതരണം സർക്കാർ നേരത്തെ തന്നെ നടത്തിയിരുന്നു. മാർച്ച് 30, 31 തീയതികളിലാണ് ഏപ്രിൽ മാസം ലഭിക്കേണ്ട സഹായം കൂടി മുൻകൂറായിട്ട് സർക്കാർ അനുവദിച്ചത്. അടുത്ത പെൻഷൻ വിതരണം മെയ് മാസം 25-ാം തീയതിയോടെയാണ് വിതരണം നടത്തുക. പുതിയ സർക്കാർ ആയിരിക്കും ഈ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. 63 ലക്ഷം വരുന്ന ആളുകൾക്കാണ് നിലവിൽ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 2000 രൂപയിൽ നിന്നും പെൻഷൻ തുക 3000 രൂപയിലേക്കാണ് എത്താൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ പെൻഷൻ തുക ആയിരിക്കും 3000 എന്നുള്ളത്. ഭിന്നശേഷിക്കാർക്ക് 25% തുക അധികമായിട്ട് നൽകണമെന്നുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ ചില മുന്നണി പ്രവർത്തകർ കൈക്കൊണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഭിന്നശേഷിക്കാർക്ക് ധനസഹായം കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയം മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രകടന പത്രികയിൽ എല്ലാ പാർട്ടികളും അറിയിച്ചിട്ടുള്ളത്. 2000 രൂപ ഇപ്പോൾ ലഭിക്കുന്നവർക്കാണ് 3000 രൂപ ധനസഹായം എത്തുക. ക്ഷേമനിധി ബോർഡുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ചില ക്ഷേമനിധി ബോർഡുകളിൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് നൽകാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ അവസാന സമയത്ത് 5 ഗഡുക്കളോളം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇനി കുടിശ്ശിക വിതരണവും പെൻഷൻ തുകയുടെ വർധനവിനും പുതിയ സർക്കാർ വന്നതിന് ശേഷമേ തീരുമാനം ആവുകയുള്ളൂ. ഇനി ഉടൻ പെൻഷൻ ഇല്ല എങ്കിൽ പോലും വരും മാസങ്ങളിൽ വലിയ ആനുകൂല്യങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.